lose ourselves in the rhythm divine. Underneath the sky painted with dreams and chasing the ഹായ് ഓൾ, അങ്ങനെ ഈ സ്റ്റുഡിയോയിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് കോർണർ കിക്കുകൾ എടുക്കാം എന്നുള്ളതാണ്. സോ ഇതിനായി നമുക്ക് ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സിൽ ചേഞ്ചസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കോർണർ കിക്കിൽ കുറച്ച് സെറ്റിങ്സ്, ഏതെല്ലാം സെറ്റിങ്സിൽ നമുക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ നല്ല റിസൾട്ട് വരുന്ന കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. സോ ബേസിക്കലി ഞാൻ ഒരു 3 സെറ്റിങ്സ് ആണ് നിങ്ങളായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ കോർണർ കിക്കുകൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ഇൻ മാച്ച് റൂൾസ് എന്നുള്ളൊരു സെക്ഷൻ നമുക്ക് നമ്മുടെ ഗെയിം പ്ലാനിൽ കാണാൻ വേണ്ടി പറ്റും. സോ ഇൻ മാച്ച് റൂൾസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിനെ നമ്മുടെ റൈറ്റ് കോർണറിലും അതുപോലെ തന്നെ നമ്മളെ ലെഫ്റ്റ് കോർണറിലും പ്ലേസ് ചെയ്യുക എന്നതാണ്. സോ നിങ്ങൾക്ക് റൈറ്റ് കോർണറിൽ ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യാം, ഹൈ സ്റ്റാറ്റ്സ് ഉള്ള ലെഫ്റ്റ് ഫൂട്ടറിനെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലെഫ്റ്റ് കോർണറിൽ ഹൈ സ്റ്റാറ്റ്സ് ഉള്ള റൈറ്റ് ഫുട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേയേഴ്സിനെയും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു സെറ്റിങ്സ് ആണ് പ്ലേയേഴ്സ് ടു ജോയിൻ അറ്റാക്ക് എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ. സോ പ്ലേയേഴ്സ് ടു ജോയിൻ അറ്റാക്കിൽ നമുക്ക് ബേസിക്കലി ഒരു 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. സോ ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റാക്കേഴ്സിനെ സെലക്ട് ചെയ്യണം. അതായത് ഹൈ സ്റ്റാറ്റ്സ് ഉള്ള, നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, കുറച്ച് പ്ലേയേഴ്സിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹൈ സ്റ്റാറ്റ്സ് ഉള്ളവരെ വേണം സെലക്ട് ചെയ്യാൻ. സോ നമുക്ക് ടോപ്പ് 3 എന്നുള്ള രീതിയിൽ നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കോർണർ കിക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 3 പ്ലേയേഴ്സ് ആയിരിക്കും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ഈ ഒരു പ്ലേയേഴ്സ് നമ്മൾ കോർണർ കിക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഒപ്പണന്റിന്റെ ഗോളിന്റെ ഫ്രണ്ടിൽ, അതായത് ഗോൾ പോസ്റ്റിന്റെ ഫ്രണ്ടിൽ ഇവരുടെ 3 പേരുടെ ഒരു ലൈനപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു പർട്ടിക്കുലർ ലൈനപ്പ് എന്നുള്ള രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആയിരിക്കും അവരുടെ ഒരു പ്ലേസ്മെന്റ് വരിക എന്നുള്ളത്. സോ നിങ്ങൾക്ക് പ്ലേസ് ടു ജോയിൻ അറ്റാക്ക് 1 കൊടുക്കുന്ന ആളായിരിക്കും ആദ്യം നിൽക്കുന്നത്, 2 കൊടുക്കുന്ന ആളായിരിക്കും നടുക്ക് നിൽക്കുന്നത്, അതുപോലെ തന്നെ 3 എന്നുള്ള രീതി കൊടുക്കുന്ന ആളായിരിക്കും അങ്ങനെ 2nd പോസ്റ്റിൽ നിൽക്കുന്നത്. സോ ഈ ഒരു രീതിയിലായിരിക്കും അവരുടെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. സോ അടുത്തതായി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോർണർ കിക്കിൻ്റെ സെറ്റിങ്സ് ആണ്. സോ നമുക്ക് സെറ്റ് പീസ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അതിനകത്ത് നമുക്ക് 6 യാർഡ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പ്ലേയേഴ്സ് ടു ജോയിൻ അറ്റാക്ക് കൊടുത്ത ആ ഒരു പെർട്ടിക്കുലർ പ്ലേയേഴ്സ് നമുക്ക് കുറച്ച് മുന്നോട്ടായി കയറി വരുന്നതായിട്ട് കാണാം. അതായത് നമ്മുടെ ഗോൾ പോസ്റ്റിൻ്റെ ലെഗ് ഫ്രണ്ടിലോട്ട് കയറി വരുന്നതായിട്ട് കാണാം. സോ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ പ്ലേയേഴ്സ് ടു ജോയിൻ അറ്റാക്കിലേക്ക് കൊടുത്ത ആ ഒരു 3 പ്ലേയേഴ്സ് തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ എപ്പോഴും ആ ഒരു റെഡ് മാർക്കിംഗ് കണ്ടു. ഈ റെഡ് മാർക്കിങ്ങിൽ നിങ്ങൾ ബോൾ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 90% ഗോൾ ഷുവറാണ്. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കോർണർ കിക്ക് ടേക്കറിനെ കൊണ്ട് ഈ ഒരു ബോൾ ഇവിടെ എത്തിക്കാനുള്ള ഡ്രില്ല് നിങ്ങൾ മാക്സിമം ഒരുപാട് വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് ഈ ഒരു സ്കിൽ അൺലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോർണർ കിക്കുകളിൽ നമുക്ക് ഒരുപാട് നല്ല റിസൾട്ട്. സോ അതായത് 90% ചാൻസ് ഉറപ്പാണ് നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഡ്രില്ല് നിങ്ങൾ ഈ ഒരു എക്സ്പെർട്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റെഡ് മാർക്കിൽ ബോൾ എപ്പോഴും എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. സോ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമ്മൾ കോർണർ കിക്ക് എടുക്കും, നമുക്ക് എപ്പോഴും റൈറ്റിലോട്ട് മാക്സിമം ക്യാമറ എത്രത്തോളം റൈറ്റിലോട്ട് പോകാൻ വേണ്ടി പറ്റും അത്രത്തോളം റൈറ്റിൽ പോയിട്ട് വേണം ഈ ഒരു പെർട്ടിക്കുലർ ഡോട്ട് അല്ലെങ്കിൽ ഈ റെഡ് മാർക്കിലോട്ട് നിങ്ങൾ പാസ് അല്ലെങ്കിൽ ബോള് കോർണർ കിക്ക് എടുത്ത് ബോൾ എത്തിക്കേണ്ടത്. സോ ചെറിയൊരു ലോഫ്റ്റഡ്നെസ്സും വേണം, അതായത് നമ്മുടെ അറ്റാക്കേഴ്സിന് ഹെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റിൽ വേണം പോകാൻ വേണ്ടി. സോ നമുക്ക് ഒപ്പണൻ്റ് ഡിഫൻഡേഴ്സിന് തന്നെ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ബോളിനെ ഹെഡ് ചെയ്ത് മാറ്റാനും ഡിഫെൻഡ് ചെയ്ത് കളയണം. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഈ പറയണം, ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റു 2 സെറ്റിങ്സിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. സോ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഷോർട്ട് കോർണറിലെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 6 യാർഡ് ബോക്സിനെക്കാട്ടി റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ സെറ്റിംഗ് ആണ്. അത് വേറെ ഒന്നുമല്ല, നമ്മളെ ഷോർട്ട് കോർണർ ടാക്സിക്സിൻ്റെ അകത്തുള്ള 2 ഓപ്ഷൻസ് എന്നുള്ളൊരു സെറ്റിംഗ് ആണ്. സോ ഈ ഒരു സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, നമ്മളെ പ്ലേയേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ടീംമേറ്റിൽ ഒരാൾ അല്ലെങ്കിൽ നമ്മളെ കോർണർ കിക്ക് എടുക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്യാൻ വരികയും ആ ആളെ പിന്തുടർന്നുകൊണ്ട് ഒപ്പണൻ്റ് ഡിഫൻസിൽ ഒരാൾ വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും.
പിന്നെ നമുക്ക് മെയിൻലി നമ്മുടെ ഒരു അറ്റാക്കിംഗ് ഏരിയയിൽ നമ്മൾ പ്ലേസ് ടു ജോയിൻ അറ്റാക്കിൽ കൊടുത്ത ആ 3 പ്ലേയേഴ്സ് ആയിരിക്കും നമുക്ക് ഹെഡ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നമ്മുടെ ഒരു ബോക്സിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ടാവുക. സോ നമ്മൾ നേരത്തെ 6 യാർഡ് ബോക്സിൻ്റെ അകത്ത് നമ്മൾ റെഡ് മാർക്ക് കണ്ടില്ലായിരുന്നു. സോ അതുപോലെ തന്നെ ആ ഒരു റെഡ് മാർക്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രോസസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതും എനിക്ക് 6 യാർഡ് ബോക്സിനെ കാട്ടി നല്ല റിസൾട്ട് തന്നൊരു സെറ്റിംഗ് ആണ്. സോ ഇതൊന്നും നല്ല രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോർണർ സെറ്റിങ്സിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണ സെറ്റിംഗ് എൻ്റെ പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പർട്ടിക്കുലർ സെറ്റിംഗ് ആണ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഫസ്റ്റ് ട്രൈ തന്നെ നിങ്ങൾക്ക് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു പെർട്ടിക്കുലർ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 യാർഡ് അതുപോലെ തന്നെ 2 ഓപ്ഷൻസിനെ കാട്ടി എനിക്ക് ഒരുപാട് റിസൾട്ട് അല്ലെങ്കിൽ എപ്പോഴും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ സെറ്റിംഗ് ആണ്. സോ ഈ ഒരു സെറ്റിംഗ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഷോർട്ട് കോർണർ ടാക്ടിക്സിൽ നമുക്ക് ഡീപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു ഡീപ്പ് ലൈൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മളെ ഒരു പ്ലെയർ അല്ലെങ്കിൽ നമ്മളെ ടീംമേറ്റ് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് സ്വിച്ച് വ്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്ലെയറിനോട്ട് നിങ്ങളൊരു പാസ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പാസിനെ തുടർന്ന് ആ പ്ലെയറിനെ കൊണ്ട് തന്നെ നമുക്ക് ബോക്സിലോട്ട് ഒരു ക്രോസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്രോസ് റിസീവ് ചെയ്യുന്ന പ്ലെയർ അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മുടെ പ്ലേസ് ടു ജോയിൻ അറ്റാക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈക്കേഴ്സ് ആരെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ആ പെർട്ടിക്കുലർ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ നമുക്ക് അതിൽ കൂടി നമുക്ക് നല്ല രീതിക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യാനുള്ളൊരു പ്രോബിലിറ്റി വളരെയധികമാണ്. സോ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ 3 പ്ലേ സ്റ്റൈൽസും ട്രൈ ഔട്ട് ചെയ്തിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ സെറ്റിങ്സ് ആണ് കൂടുതൽ റിസൾട്ട് തരുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ തന്നാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.